എങ്ങനെയുണ്ടായിരുന്നു മമ്മിയുടെ പ്രിപ്പറേഷൻ? അടുത്ത കാലത്ത് ഇത്രയും ടേസ്റ്റുള്ള ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. സാറ കേക്കണ്ട. കേട്ടാ എന്താ, സത്യല്ലേ? അപ്രിയ സത്യങ്ങൾ പറയാനുള്ളതല്ല, ചിലതൊക്കെ മനസ്സിൽ കുഴിച്ചിടേണ്ടതാണ്. അയ്യോ ഡോക്ടർ. ആണെങ്കിലാവാം, അല്ലെങ്കിൽ അല്ല. പക്ഷെ എന്താ അങ്ങനെ ചോദിച്ചേ? സാജൻ തന്ന ഭക്ഷണവും മരുന്നൊന്നും അല്ല, ബട്ട് ഇറ്റ്സ് യുവർ പ്രസൻസ്. ഞാൻ ഭംഗിവാക്ക് പറയല്ല, ഞാൻ അല്ലേ? ഐം സോറി സാജൻ. സാജൻ ഒരുപാട് ഞാൻ ഹേർട്ട് ചെയ്തിട്ടുണ്ടല്ലേ? എന്തത് പാറു, കണ്ണു നിറഞ്ഞിരിക്കുന്നല്ലോ. അയ്യേ, കരയാ? ഐം സോറി സാജൻ, ഐം സോറി. ഇറ്റ്സ് ഓൾ റൈറ്റ് പാറു, അത് വിട്ടേക്ക്. ഇനി അതിനെക്കുറിച്ച് ഓർക്കണ്ട. ജസ്റ്റ് ലീവ് ഇറ്റ്. പാറു, ഞാനത് അപ്പോഴേ വിട്ടു. അപ്പോ സമയം വൈകുന്നു, ഞാൻ ഇറങ്ങട്ടെ. അപ്പോ പാത്രങ്ങളൊക്കെയോ? അത് ഞാൻ കഴുകി വെച്ചേക്കാം. അല്ല, അത് കൊണ്ടുപോണ്ടേ? അതെന്തായാലും ഇനിയും വരണമല്ലോ, അപ്പൊ ഞാൻ കൊണ്ടുപോയിക്കോളാം. എനിക്കിപ്പോ കുറച്ച് സുഖം തോന്നുന്നു. ഞാനും വന്നോട്ടെ? നീ ശരിക്കും പറഞ്ഞാണോ? കളിയാക്കി എന്നാലല്ലോ. അല്ല, സത്യമായിട്ടും ഞാനും വന്നോട്ടെ? ചെല്ല്. അതേതായാലും നന്നായി, അവരെ തമ്മിൽ ചേരേണ്ടവർ തന്നെയാ. പക്ഷെ എന്തായാലും ഒരു പിടിയില്ല. രാവിലെ സാജനോട് കാര്യം പറഞ്ഞ ഉച്ചയായപ്പം വീട്ടിലെത്തി. പക്ഷേ ഇതുവരെ രണ്ടുപേരെ ഫോണിൽ വിളിച്ച് കിട്ടുന്നില്ല. ഇനി അവർ തമ്മിൽ വല്ല ഏയ് അതൊന്നും അല്ല. നീ എന്താ ഉദ്ദേശിച്ച? അതെ അതെ അതെ, അടിമടിക്കും കേട്ടാ നീ. എനിക്ക് തോന്നുന്ന അവരെ പ്രശ്നം തീർന്നെന്നാ. എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. അവന് നിന്നോടാരാ പ്രതീക്ഷിക്കാൻ പറഞ്ഞത്? ഹായ്. എവിടെയാടി നിന്റെ പനി? അത് കുറച്ച് പൊടിയിരിക്കഞ്ഞിയും ടാബ്ലറ്റ്സും കഴിച്ച ഒരാൾ റെഡി. ജിം ഇൻസ്ട്രക്ടർക്ക് നാണോ? വയ്യാണ്ടിരിക്കുന്നില്ലേ? അവിടെ എവിടെയും കിടന്നാ പോരെ? അതെ, നീ തന്നെ വിഷമിക്കുന്നേ. അവിടെ ചെക്കനല്ലേ കൂടെ ഉള്ളത്? അതിനവൻ ഡോക്ടറൊന്നല്ലോ. ഡോക്ടർ ആണോന്നോ? ഒരു ഡോക്ടർക്ക് ചെയ്യാൻ കഴിയാത്താണെന്ന് സാജൻ ചെയ്തത്. ഓ, ഇപ്പൊ സാജൻ ഒരു ഓൾറൗണ്ടറാണ്. ഏതായാലും പാറു, നീ ഇതിന് ചെലവ് ചെയ്യണം. സോറി, ഇതിന്റെ ചെലവ് ഞാൻ ചെയ്യും. നിങ്ങളെ പോലെ ഇത്രയും നല്ല ഫ്രണ്ട്സിനെ കിട്ടിയ പാറു, യു നോ ഷീ ഈസ് റിയലി ലക്കി. ഞാൻ അത്ര നല്ല ആളൊന്നുമല്ല. അതെല്ലാം അറിഞ്ഞിട്ടും സാജനത് പറഞ്ഞപ്പോ അഭിമാനം കൊള്ളേണ്ട നീ സ്വന്തമായിട്ട് പ്രൊമോട്ട് ചെയ്യാ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? എനിക്ക് വെയിൽ കൊള്ളാണ്ടിരിക്കാൻ ഹെൽമെറ്റ് മതി എന്ന് പറഞ്ഞ സാജനോട് അന്ന് എനിക്ക് നന്ദി ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന് വിഷമാ തോന്നുന്നത്. വിഷമമോ? നിനക്ക് എന്തിനാ വിഷമം? അത് വഴിയെ എല്ലാരും അറിഞ്ഞോളും. ഞാൻ അന്നേ റോഹിച്ചിനോട് പറഞ്ഞതാ, അട്ടയെ പിടിച്ചൊരു വർക്ക് ഏൽപ്പിച്ച അത് കൊളാക്കുമെന്ന്. നോ നോ, അങ്ങനല്ല. അട്ടയെ പിടിച്ച് മെത്തൽ കെടുത്താനെന്നല്ലേ? എന്റെ പൊന്നു പാറു, ഞാൻ സാഹചര്യമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞതാ. സാജൻ, ഞങ്ങൾ ഒരു ചെലവ് കൂടി ചെയ്യുന്നുണ്ട്. എന്തിനാണെന്നറിയോ? എന്തിനാ? ദയവ് ചെയ്ത് ഇവളിന് ജിമ്മിനെ കുറിച്ചൊരു വാക്ക് പോലും മിണ്ടാത്ത രീതിയിലൊന്ന് ആക്കി തരണം. മമ്മി വിളിച്ച് പറഞ്ഞോടി? ഇല്ല, ആദ്യം നിങ്ങളോടൊക്കെ, പിന്നെ അമ്മയോട്. ചെന്നമ്മയോട് വിളിച്ചു പറ, സന്തോഷമായിക്കോട്ടെ ആ പാവത്തിന്. ഇന്ന് അത്ര നല്ല ദിവസമൊന്നുമല്ല, നാളെ പറഞ്ഞ പോരെ? ഇന്ന് മൺഡേ അല്ലേ? നല്ല ദിവസല്ലേ? അതെ, തിങ്കളാഴ്ച ഒരു നല്ല ദിവസമാണ്. അതൊരു സിനിമയുടെ പേരില്ലേ? അതാ ഞാൻ പറഞ്ഞേ. ഈ ജോത്സ്യത്തിലൊക്കെ എനിക്ക് കുറെ പിടിപാടുകളാണേ. തിങ്കളാഴ്ച നോയമ്പിന്റെ ദിവസാ. കുറെ പേര് നോയമ്പൊക്കെ എടുത്ത് കഷ്ടപ്പെട്ടിരിക്കുന്ന സമയ.
ആ സമയത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ശുഭകാര്യം പറഞ്ഞാൽ ദൈവത്തിന്റെ ശുദ്ധി കിട്ടില്ല. അയ്യേ, ഇതൊക്കെ ആരാ പറഞ്ഞേ? ജോത്സ്യൻ. ഏത് ജോത്സ്യൻ? വാഴപ്പിണ്ടി വരദരാജൻ ജോത്സ്യൻ. പേര് കേട്ടാൽ അറിയാം ആളിച്ചിരി കുഴപ്പക്കാരനാണെന്ന്. ദിവസമൊക്കെ നല്ലതാ. പോയി അമ്മയുടെ കാര്യം പറ. നിങ്ങൾ രണ്ടാളത്തെ ആ ടേബിളിലേക്ക് ഇരുന്നോ. നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്യാപ്പച്ചിനോ ഉടൻ അവിടെ എത്തും. താങ്ക്സ് താങ്ക്സ് ടോണി. ഓക്കെ. പറു വാ. സ്പെഷ്യൽ ക്യാപ്പച്ചിനോ എന്ന് ഉദ്ദേശിച്ചത്? ഏയ് അതല്ല. ഉഫ്.